ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. അവസാന സമർപ്പണ പ്രാർത്ഥനയെ സ്തുതിപ്പുവാണ്. അച്ഛൻ നിങ്ങളുടെ രോഗങ്ങൾ, കലരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജപ്തി നടപടികൾ, വിസ നടക്കാത്ത വിഷയങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, കലഹങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, ഈ മേഖലകളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധി. നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, എന്താണ് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ, അത് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. And I put the Catholic Church with the power of Jesus Christ, with the meritorious symbol of Holy Priesthood, I bless the Holy. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ മക്കളെ കർത്താവ് നീ ആശീർവദിക്കണമേ. ഈശോ കർത്താവ്, ഓരോ മകനും മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന ഈശോയെ, ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പരീക്ഷ തോറ്റ് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിസ പ്രോത്സാഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജപ്തി നടപടിയുള്ളവർ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ രോഗങ്ങൾ, പീഡകൾ, കടങ്ങൾ, സങ്കടങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ ദിവസം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഒക്ടോബർ 25-ാം തീയതിയാണ് നമ്മുടെ മരിയൻ ജപമാല റാലി ഇവിടെ നിന്ന് അർത്തിങ്ങപ്പള്ളിയിലേക്ക്. രാവിലെ 6 മണിക്ക് ജപമാല റാലി ആരംഭിക്കാം. അപ്പം നിങ്ങൾ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓർപ്പിക്കുന്നത്. ബാക്കി അതിൻ്റെ വിഷയങ്ങളെല്ലാം അറിയിക്കും. ഇപ്പം തന്നെ നമ്മുടെ കൃപാസനത്തിൽ വരുന്നവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് ഓൺലൈൻ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റാലിക്ക് വേണ്ടിയുള്ള ഓരോരോ രാജ്യങ്ങളിലുള്ളവരും ഓരോ ജില്ലകളിലുമുള്ളവരെയും അവർക്ക് പരസ്പരം അറിയാവുന്നവർ തമ്മിൽ കൂടിയിട്ട് റാലിയുടെ വിജയത്തിനായിട്ടും സുരക്ഷിതത്തിനായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അതിന് പ്രത്യേക ദിവസം ഫിക്സ് ചെയ്ത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് അങ്ങനെ ഒരു അഡ്മിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അഡ്മിനിലെ കൃപാസനം കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലാതെ വായ്പ ചോദിക്കുകയൊന്നും ചെയ്യരുത്. കഴിഞ്ഞ കൊല്ലം കുറേ ഫ്രോഡുകൾ കൃപാസനം വാട്സപ്പിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അത് അങ്ങനെ അവർ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ് വന്നതാണ്, പക്ഷേ കൃപാസനം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തവർ എൻ്റെ അത് കയറി. അപ്പം അങ്ങനെയുള്ളതൊന്നും സംഭവിക്കരുത്. നിങ്ങൾക്ക് അഡ്മിഷൻ, അതായത് ഒരു ഉടമ്പടി പുതുക്കിയവർ 3 പ്രാവശ്യമെങ്കിലും പുതുക്കിയവരാണ് അഡ്മിനാകേണ്ടത്. അവരാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഉടമ്പടി 3 പ്രാവശ്യങ്ങളും പുതുക്കിയവർ അഡ്മിൻ ആയിക്കൊണ്ട് വാട്സപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അഡ്മിൻ കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നമ്പർ, ജനറൽ മാനേജറിൻ്റെ നമ്പർ 79 07 622
497. അപ്പോൾ ഒരു ഉടമ്പടി 3 പ്രാവശ്യമെങ്കിലും പുതുക്കിയവർ ആത്മീയനായിക്കൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഉടമ്പടി എടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകാവും, എടുക്കാത്തതിൻ്റെ ചേറ്റി കയറ്റരുത്, അവർക്ക് അറിയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം അഡ്മിന് ഇപ്പം പറഞ്ഞ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കൂട്ടായ്മ അച്ഛൻ നേരിട്ട് വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ നമ്പർ, അഡ്മിൻ്റെ നമ്പർ ജനറൽ മാനേജർ കൊടുക്കണമെന്ന് പറയണത്. ആ കൂട്ടായ്മ അഡ്മിന്മാരെ അച്ഛൻ നേരിട്ട് വിളിക്കുന്നുണ്ട്, അഡ്മിൻ്റെ ഒരു സഹായിയെ കൂടി വിളിക്കും. അപ്പം അങ്ങനെ ഈ ദിവസങ്ങളിൽ ഈ ആഗസ്റ്റ് മാസം തന്നെ അത് വിളിക്കുന്നതായിരിക്കും. അപ്പം ഇനി ഒരു ജാഗ്രത വേണം. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പാതയിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 25 ജവമാന റാലി. ഓക്കെ അല്ലേ? നിങ്ങളുടെ ബാക്കി വിഷയങ്ങൾ, ഓരോരുത്തരുടെയും സങ്കട വിഷയങ്ങൾ മൗനമായി ദിവ്യകാരുണ്യ തിരുസേനയും ഈശോയുടെ അമ്മയുടെ മാധ്യസ്ഥത സമർപ്പിക്കേണ്ട സമയമാണിത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ആതിര. ഞാനിവിടെ അർത്തുങ്കലിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി ഉടമ്പടി എടുത്തത് ഡിസംബർ 27, 2023 പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി. ഞാൻ ഇത്ര അടുത്തായിട്ട് പോലും വളരെ വൈകിയാണ് കൃപാസനത്തിൽ എത്തിയത്. എനിക്ക് എല്ലാവരും പറയുന്നത് പോലെ ആദ്യം അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും സോഷ്യൽ മീഡിയാസ് വഴിയുള്ള പരിഹാസവും അതൊക്കെ കണ്ടാണ് അങ്ങനെ പോയിരുന്നത്. പക്ഷേ ഞാൻ 2022 IELTS ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതിന് ഞാൻ കോട്ടയത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞത്, നീ എന്തുകൊണ്ട്, അവരൊക്കെ സ്ഥിരമായി വരുന്നതാണ് കൃപാസനം, നീ എന്തുകൊണ്ടാണ് ഇവിടെ പോവാഞ്ഞെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നത്. അതൊരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ, ഞാനൊരു പരീക്ഷണം എന്ന രീതിയിലായിരുന്നു വന്നത്. ഞാനിവിടെ വന്നു, എൻ്റെ നിയോഗങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാതെ അങ്ങ് എഴുതി പോവുമായിരുന്നു.
പക്ഷേ എനിക്ക് ഡിസംബറിലാണ് ഞാൻ വന്ന ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത്. ജാനുവരിയിൽ ഞാൻ IELTS എക്സാം എഴുതുമായിരുന്നു. എനിക്ക് ഓവറോൾ നല്ല മാർക്ക് 7 കിട്ടിയായിരുന്നു. അത് ഒരു ഹൈ സ്കോറായിരുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എനിക്ക് ആ നല്ല സ്കോർ കിട്ടിയതെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ IELTS റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കര വിശ്വാസമായി. ഞാൻ ഡെയിലി പ്രാർത്ഥന, ഈവനിങ് ആൻഡ് മോർണിംഗ് പ്രെയർ കൂടാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങി. സാക്ഷ്യങ്ങളൊക്കെ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് കാനഡ വിസ ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ കരിയർ PG കഴിഞ്ഞിട്ട് എനിക്ക് 7 വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാനഡയിൽ ഇനി സ്റ്റഡി വിസയ്ക്ക് പോകാൻ കുറച്ച് റിസ്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യം എന്ന് പറയാൻ ഞാൻ ജസ്റ്റ് വിസയ്ക്ക് വെച്ച് 5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് കാനഡ വിസ അപ്രൂവലായി. അതും എനിക്കൊരു സ്വപ്ന ദർശനമായിരുന്നു. ജൂലൈ 28-നാണ് എനിക്ക് വിസ അപ്രൂവൽ ആയത്. അതും ഞാൻ വിസ ചെക്ക് ചെയ്തില്ല, എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. മെയിലിൽ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് 3 മണിക്ക് എന്തോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്വപ്നത്തിലൊരു ദർശനം പോലെ ജിമെയിലിൽ ഒരു നോട്ടിഫിക്കേഷൻ വിസ അപ്രൂവൽ എന്ന് കണ്ടു. പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് മെയിൽ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കാണ് കണ്ടത് എനിക്ക് കാനഡ വിസ സ്റ്റഡി വിസ അപ്രൂവലായി. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് ഇവിടെ വന്നു, നന്ദി പറഞ്ഞു. അതിനുശേഷമായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തു. അമ്മയും ഉടമ്പടി ജീവിതം നയിക്കുമായിരുന്നു ഇത്രയും കാലം. അമ്മയ്ക്ക് പല്ലിന് റൂട്ട് കനാൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ തൈലം ഉപയോഗിച്ച് അമ്മ അത് ചെയ്തതിന് ശേഷമാണ് അമ്മയ്ക്കത് ക്ലിയർ ആയത്. പിന്നെ എനിക്ക് ജൂലൈ 28-ന് സ്റ്റഡി വിസ അപ്രൂവലായി. പെട്ടെന്ന് തന്നെ എനിക്ക് കാനഡയിലേക്ക് പോകാൻ ഭാഗ്യമുണ്ടായി. സെപ്റ്റംബർ 28-ന് ഞാൻ കാനഡയിലേക്ക് പോയി. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ വിസ കിട്ടാൻ വളരെയധികം റിസ്ക് ആയിരുന്നു. എനിക്ക് ഒട്ടും ഹോപ്പില്ലായിരുന്നു. പക്ഷേ ഡെയിലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ നിയോഗങ്ങളിലൊന്നായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റി. ഒരു കോണ്ടാക്റ്റും എനിക്ക് അവിടെ ഇല്ലായിരുന്നു. ഫസ്റ്റാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് പോലും. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ജപമാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് പോലും. അങ്ങനെ എനിക്ക് കാനഡയിൽ എത്തിയിട്ടാണെങ്കിൽ പോലും ആരും അങ്ങനെ കണക്ഷനോ ഫ്രണ്ട്സോ അവിടെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയത് തന്നെ എനിക്ക് മാതാവ് കൂടെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ചെന്നത് മോർണിംഗ് ടൈമിലായിരുന്നു. അപ്പം തന്നെ എനിക്ക് ബാങ്ക് അക്കൗണ്ട്, അവിടുത്തെ സിൻ ഡീറ്റെയിൽസ് എല്ലാം ആ ഡേയിൽ തന്നെ എനിക്ക് സെറ്റായി. ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ വീട്. അതും എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അവിടെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടൊരു വീട് കൂടെയാണ്. ഞാൻ ആ വീട്ടിലെ ഒരു മുറിയിൽ ഫസ്റ്റ് ടൈം കയറി ചെന്നത് ഞാൻ കാണുന്നത് മാതാവിൻ്റെ ഒരു ക്രിസ്റ്റൽ ഷേപ്പിലുള്ള ഒരു ചെറിയ രൂപമാണ്. കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ രൂപമാണ് കാണുന്നത്. എനിക്ക് അപ്പം തന്നെ മാതാവിൻ്റെ ഒരു പ്രസൻസ് അനുഭവപ്പെട്ടത്. കാരണം ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ഞാനെന്നാ കരുതിയത് അവിടെ. പക്ഷേ അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ അവർ റൂമിൽ നേരത്തെ താമസിച്ചിട്ട് പോയ ആരുടെ ഒരു രൂപമാണ് അത്. ഞാൻ ചെന്നന്ന് തൊട്ട് ഞാൻ ആ രൂപം നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എടുത്ത കോഴ്സ് IT സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സാണ്. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കോഴ്സായിരുന്നു. കോഴ്സിൻ്റെ ഫസ്റ്റ് സെമ്മിൽ തന്നെ എനിക്ക് ഒരു 50 മാർക്ക് വേണം നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്. ഒരു ക്വിസ് മിസ്സായത് കാരണം എനിക്ക് 41 മാർക്കേ കിട്ടിയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ആ കോഴ്സ് ഫെയിലാണ് എന്ന് കരുതി വിഷമിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിങ്ങളൊന്ന് റിക്വസ്റ്റ് ഇമെയിൽ അയക്ക്, പ്രൊഫസർക്ക് ജയിക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
പക്ഷേ എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ല, ഞാനത് റിപ്പീറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഉറക്കത്തിലായിരുന്നു. ഇതിനെപ്പറ്റി ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് അങ്ങ് ഉറങ്ങുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഞാനൊരു സ്വപ്നം കാണുവാണ്. അത് ഇവിടെ കൃപാസനം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പ്രൊഫസറോട് ഇങ്ങനെ ഞാൻ സംസാരിക്കും. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കോഴ്സ് പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രൊഫസറിനോട് സംസാരിക്കുന്നു. പ്രൊഫസർ ഒരു കെനിയക്കാരനാണ്. പുള്ളിക്കാരനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണ്, ഞങ്ങൾക്ക് ആ ക്വിസ് മിസ്സായി പോയതാണ്, അല്ലാതെ മാർക്ക് കുറഞ്ഞതാണ്, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ജയിപ്പിക്കണമെന്ന്. 9 മാർക്ക് വേണമായിരുന്നു എനിക്ക് ജയിക്കാൻ. അപ്പോൾ തന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു 10 മണി വരെ വെയിറ്റ് ചെയ്തു പ്രൊഫസറെ കോൾ ചെയ്യാൻ. കോൾ ചെയ്ത് പ്രൊഫസറിനെ വിളിച്ച് കുറച്ച് സംസാരിച്ചതേ ഉള്ളൂ. പുള്ളിക്കാരൻ അപ്പം തന്നെ കൺവിൻസായി എനിക്ക് 9 മാർക്ക് തന്നു. ഞാൻ ഫസ്റ്റ് സെം ഓൾ പാസ്സായി. അങ്ങനെ അതും ഒരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ കോഴ്സ് ഭയങ്കര ടഫായത് കാരണം അത് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള ഫ്രണ്ട്സിനും ഒക്കെ സ്ഥിരം അറിയാം, ഞാൻ എൻ്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ വേറെ മറ്റ് സ്റ്റേറ്റ്സിലുള്ളവരും മറ്റ് രാജ്യക്കാരും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ കാശുരൂപം എടുത്ത് പ്രേ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കുമൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിനും എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവരെന്നെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ സെക്കൻഡ് സെമസ്റ്ററൊക്കെ ആയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2-3 പേര് ഈ കാശുരൂപം വാങ്ങിച്ചു വെച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ എടുക്കുന്നതിനെക്കാട്ടി അവരെന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കാൻ തുടങ്ങി, നീ കാശുരൂപമായിട്ട് വരണം, പ്രാർത്ഥിക്കേണ്ട. അങ്ങനെ എക്സാമിന് കയറുമ്പോഴൊക്കെ ഞാൻ കാശുരൂപമായിട്ട് കയറിയാണ്. വളരെ ടഫായിരുന്നു എൻ്റെ കോഴ്സ്. മിക്കവരും പകുതി വഴിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന കോഴ്സായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ 2025 ഡിസംബർ 24 കോഴ്സ് 77% കംപ്ലീറ്റ് ചെയ്തു. അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. മാതാവിനോട് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കാനഡയിൽ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ളൊരു പ്രശ്നം. ഞാനിവിടെ കാനഡയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം വന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ എന്നെ വിഷ് ചെയ്തൊക്കെ വിട്ടതായിരുന്നു. അപ്പോഴത്തേക്ക് ചെന്ന് ഒരു 4 മന്ത്സ് കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ പാർട്ട് ടൈം ജോബൊന്നും ആയില്ലായിരുന്നു. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു ഞാൻ എടുത്തതിന് ശേഷം. അപ്പോൾ അമ്മ ഒരു തീയതി ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചത് 2025 ഏപ്രിലിനുള്ളിൽ എനിക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടണമെന്നായിരുന്നു. അതുപോലെ ഇതിനിടയ്ക്ക് ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ജോബൊന്നും സെറ്റായില്ല. അങ്ങനെ ഏകദേശം 2025 മാർച്ച് 28 എനിക്ക് പാർട്ട് ടൈം ജോബ് ലഭിച്ചു. അതും ഒരു നല്ല ജോബാണ് കിട്ടിയത്. മാരിയറ്റ് ഹോട്ടലിലാണ് എനിക്ക് അവിടെ കാനഡയിൽ തന്നെ നല്ല ജോബ് കിട്ടിയത്. അവിടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ ജോബിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കൊണ്ടാണ് എൻ്റെ ബാക്കിയുള്ള സെമസ്റ്ററിൻ്റെ ഫീസ് എല്ലാം അടയ്ക്കാൻ പറ്റി. എനിക്ക് കുറച്ച് പൈസ എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഇതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ നിയോഗങ്ങളിലൊന്നായിരുന്നു 2026 ജാനുവരി മാസത്തിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്നത്. അത് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റിയില്ല. കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം മാക്സിമം ഒരു 2 ഇയേഴ്സ് എടുക്കും എല്ലാവരും തിരിച്ചു വരാനും. പക്ഷേ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ, ഞാനിപ്പോൾ പോയിട്ട് 1 വർഷവും 4 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വന്ന് ഇവിടെ മാതാവിനെ കണ്ട് സാക്ഷ്യം പറയാൻ കഴിഞ്ഞു. അതും വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. എല്ലാത്തിനും അമ്മ മാതാവിനോട് നന്ദിയുണ്ട്. മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും അമ്മയോട് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രവിതരണമായിരുന്നു. ഞാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ പത്രവിതരണം ചെയ്തിരുന്നു. പിന്നീട് അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. പിന്നെ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ അതും എല്ലാം അമ്മയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നത് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളും എല്ലാ ബ്ലെസ്സിങ്സും അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക,
അവരെ ഈ ഒരു കൃപാസന മാതാവിൻ്റെ ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്ന ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ഒക്കെ ആയിരുന്നു എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ട് പോയിട്ട് അവിടെ വിതരണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ രാവിലെയുള്ള മോർണിംഗ് ബ്രെഡ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് ഞാൻ കരുതുന്നത്. ഡെയിലി ബ്രെഡ്, ആ ഡെയിലി ബ്രെഡ് കൂടി അതാണ് എൻ്റെ ഫസ്റ്റ് മോർണിംഗ് റൊട്ടീൻ. അച്ഛൻ്റെ ബ്ലെസ്സിങ് ആയിരുന്നു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി. ആ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞ് പോകുന്നത് ജീവിതത്തിൽ നമുക്ക് വളരെ എല്ലാവർക്കും, എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ധ്യാനം, ഉടമ്പടി ധ്യാനം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കൂടാറുണ്ടായിരുന്നു. പണ്ടൊക്കെ ഫോണിൽ റീൽസ് കാണുന്ന ഞാൻ ഇപ്പോഴൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ സാക്ഷ്യം കേൾക്കുന്നു. അങ്ങനെ കൂടുതലായിട്ട് ആ ഒരു ആത്മീയതയിലേക്ക് പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിളിലെ വചനങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്കും എക്സാമിനോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞാൻ വചനം എടുത്ത് വായിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ മീനിങ്സ് ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ഫോണിലുണ്ടായിരുന്നു. ആ വചനം എടുത്ത് നോക്കിയിട്ട് പോകുമ്പോഴായിരുന്നു അത് ആ നല്ല വചനങ്ങൾ കിട്ടുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഇറ്റ് വിൽ മേക്ക് എ ഡേ എന്നായിരുന്നു. അതൊക്കെ നല്ല ഒരു പോസിറ്റീവ് ഇതായിരുന്നു എനിക്ക്. എല്ലാത്തിനും മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എന്നെ അനുവദിച്ച ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷൈനി മാത്യു. ഞാൻ കൊല്ലം ജില്ലയിലെ അയർകാല ഇടവകയിൽ നിന്ന് വരുന്നു. 20/6/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. 9 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ മൂലം വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ അടുത്ത പള്ളിയിൽ തന്നെയുള്ള ആളുകളെ കൃപാസനത്തെപ്പറ്റി സംസാരിക്കുകയും കൃപാസനം പത്രം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയുവാൻ സാധിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തത് അധികം താമസിയാതെ തന്നെ എൻ്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലഭിച്ചു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 15 വർഷമായിട്ട് എനിക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം മൂലം ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയിരുന്നു. നടക്കാൻ പറ്റിയില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റിയില്ല, പലതരത്തിൽ ഞാൻ വിഷമിച്ചിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും എല്ലാം ഞാൻ ഉപയോഗിച്ച് അതുകൊണ്ട് മരുന്നൊന്നും ഞാൻ അത് കഴിഞ്ഞ് കഴിച്ചില്ല. 15 വർഷമായിട്ട് ഒത്തിരിയേറെ മരുന്നുകൾ ഞാൻ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് മരുന്നെല്ലാം നിർത്തി ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ രോഗത്തിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം, എനിക്ക് ഒരു കടം കൊടുക്കാനുണ്ടായിരുന്നു. കുറച്ച് പൈസ കടം വീട്ടാനുണ്ടായിരുന്നു. അത് എനിക്ക് പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ, എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് വിഷമിച്ച് ഞാനിരുന്ന സമയത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എനിക്ക് മെസ്സേജ് വിടുവാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 4 പ്രാവശ്യമായിട്ട് ആ എമൗണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലെത്തി. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ ഇല്ലായിരുന്നു. എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് അത് നടത്തി തന്നതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് സംഭവിച്ചതാണ്. അതുപോലെ ഞാൻ അഖണ്ഡ ജപമാല 4ാമത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത്, ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. ഞാൻ ഇവിടെ മുതൽ അവിടെ വരെ ജപമാല ചൊല്ലിയാണ് പോയത്. പിന്നെ അവിടെ ചെന്ന് എനിക്കൊരു ക്ഷീണമൊന്നും ഉണ്ടായില്ല. എല്ലാം അത്ഭുതകരമായിട്ട് എനിക്ക് റാലി പങ്കെടുക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ അത്ഭുതകരമായിട്ട് ഓരോ ഘട്ടത്തിലും അമ്മ സഹായിച്ച് എന്നെ അഖണ്ഡ ജപമാല റാലി സംബന്ധിക്കാൻ സഹായിച്ചു. അതിനുശേഷം അധികം താമസിയാതെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലത്ത് മരം കച്ചവടം നടക്കുകയും അത് സാമ്പത്തികം കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇതെല്ലാമാണ് എനിക്ക് കിട്ടിയ ഉടമ്പടി മുഖാന്തരം എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം എല്ലാ പ്രാവശ്യവും വന്ന് ആ 3 കെട്ട് പത്രം കൊണ്ട് കൊടുക്കും. അതുകൂടാതെ ഇടയ്ക്ക് ഞാൻ ഇവിടെ
വരുമ്പോൾ മേടിച്ചുകൊണ്ട് പോകുന്ന പത്രവും എല്ലാവർക്കും കൊടുക്കും. വഴിക്ക് എവിടെയെങ്കിലും പള്ളിയുടെ മുന്നിലോ എവിടെയെങ്കിലും കൃപാസനം പത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ അത് വേണ്ട ആളുകൾക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും. അതുപോലെ ഞാൻ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത ഉടനെ. ഓട്ടിസം ബാധിച്ച മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മൂക്കിൽ ട്യൂബിട്ട് ഇവിടെ വന്ന ഒരു കുട്ടി, മൂക്കിൽ ട്യൂബിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പിന്നെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ അച്ഛനെ കാണിക്കാൻ വന്ന. അപ്പം ആ കുഞ്ഞിൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അങ്ങനെ അച്ഛനെ കണ്ടു. അങ്ങനെ അതിന് ശേഷം പലപ്പോഴായിട്ട് ഒരു വണ്ടിക്ക് ഏകദേശം ഒരു വണ്ടിക്ക് ആളാകുമ്പോഴത്തേനും ഞാൻ അവിടുന്ന് ആളെ കൊണ്ടുവരും, ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ച് പോകും. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ആളുകൾക്ക് എന്ത് സഹായം, പൈസ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് എനിക്കൊന്ന് പോകണം, എനിക്ക് പൈസ ഇല്ല എന്ന് പറയുവാണെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന പോലെ അവരെ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് തന്ന. അതുപോലെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിക്കാറുണ്ട്. രാവിലെ പ്രാർത്ഥനയുടെ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കുടുംബമായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ ഫലം അതൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല. ഒത്തിരി കാര്യങ്ങൾ പിള്ളേരുടെ കാര്യങ്ങളൊക്കെയാണ്, അവർ വരാത്തതുകൊണ്ട് പറയാൻ പറ്റുമെന്നറിയില്ല. അത് അവർ വരുമ്പോൾ പറഞ്ഞോളാം. പിള്ളേരും അതുപോലെ ഹസ്ബൻഡും ഒക്കെ വിശ്വാസത്തിലേക്ക് വന്നത് ഈ ഞാൻ എടുത്ത ഉടമ്പടി കണ്ട് അതുകൊണ്ടുണ്ടായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെല്ലാം വിശ്വാസത്തിലേക്ക് വന്നു. രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ പ്രാർത്ഥനയിലെല്ലാം കൃത്യമായിട്ട് സംബന്ധിക്കുക. അതിനു മുമ്പൊന്നും അതൊന്നും ഓർഡർ അല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം അവരെല്ലാവരും വിശ്വാസത്തിലേക്ക് വരികയും ഭർത്താവ് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് തന്ന ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി.